ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ടു ലൈവ് ട്രേഡ് മലയാളം. ഐ ആം ബി പ്രദീപ്. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡ് പറഞ്ഞുകൊണ്ട് തന്നിട്ട് ഒരു ഉപകാരമുള്ള, എനിക്കത് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് നിങ്ങൾക്ക് തിരിച്ചൊരു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഓക്കെ, ഈ 10-900 പേരുണ്ട്. ഒരു ലൈക്ക് എല്ലാവരും കാണുന്ന പോലെ ലൈക്ക് അടിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഒന്നും ആരും ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താ തോന്നുന്നത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ, എന്താണ് ഉപകാരപ്പെട്ടോ, ലോസാണോ പ്രോഫിറ്റാണോ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മളൊരു SIPയുടെ ഗൂഗിൾ മീറ്റ് വെച്ചപ്പം കുറേ പേര് വന്നാൽ ചോദ്യം ചോദിക്കുന്നതിനൊക്കെ പലർക്കും മടിയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ. നിങ്ങൾ പലയിടത്തും കൊണ്ട് പൈസ ഇടാതെ തന്നെ സ്വന്തമായിട്ട് SIPയും സിങ് ട്രേഡും ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പുകളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോലും കമൻറ്റുകളൊന്നും ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് പിന്നെ നമ്മളെന്തിനു പറഞ്ഞു കൊടുത്തൊരു കാര്യം അല്ലേ. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ഞാൻ എടുക്കുന്ന കോള് തന്നെയാണ് നിങ്ങൾക്ക് അതേ സമയത്ത് പറഞ്ഞു തരുന്നത് അല്ലേ. ആ ടെൻഷൻ എടുത്ത് ആ സമയത്ത് നിങ്ങളെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയും പറഞ്ഞ് അതെല്ലാം എടുത്ത് തന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു റെസ്പോൺസ് ഇല്ലെങ്കിൽ, അതിനകത്ത് മറുപടി ഇല്ലെങ്കിൽ, ചോദ്യങ്ങളില്ല എങ്കിൽ, കമൻറ്റോ ലൈക്കോ ഷെയറോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ടൊരു കാര്യമില്ല. ഇതിൽ നിന്ന് നമുക്ക് ഇതൊക്കെ പറഞ്ഞുതരാമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ടെൻഷൻ ഇല്ലാതെ ഓരോരുത്തരുന്ന് മര്യാദയ്ക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ പറ്റും അല്ലേ. അതിൻ്റെ വീഡിയോ മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടൂളുകളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അതിനോട് പറഞ്ഞു തരേണ്ട നമുക്ക് ഒരു ആവശ്യമില്ല അല്ലേ. നിങ്ങൾക്കൊരു റെസ്പോണ്ട് എന്താണെന്ന് ആവശ്യമൊന്നും നമ്മൾ പറയാതെ നമ്മൾ പറഞ്ഞിട്ടെന്നുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഇത് ഇനി നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുകയും എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഒരു വീഡിയോയോ ലൈവിൽ ഞാൻ തുടക്കകാലത്ത് ലൈവിൽ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ലൈവിൽ ട്രേഡ് ഞാൻ എടുക്കുന്നത് ഉൾപ്പെടെ ലൈവിൽ കാണിച്ചുകൊണ്ടിരുന്ന ആളാണ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കാണിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ഒരു ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കും പോലെ തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ 2017 തൊട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സ്പൂണിൽ കോരിത്തരും പോലെ തന്നിട്ടും ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്? എൻ്റെ ഇൻ്റർനെറ്റും എൻ്റെ സമയവും എൻ്റെ കണ്ണും സമയവും കളഞ്ഞ് എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതിന് ഒരു കാര്യവും എനിക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇനി ടെലഗ്രാമിൽ കോൾ ചെയ്യുന്നത് പോലും അത് ഞാൻ 2 ആഴ്ച എന്തോ ഞാൻ ഇതിലിപ്പോൾ കോൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതിൽ കാണുന്നതല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയ എല്ലാം മാർക്കറ്റ് 10 മണിക്ക് ശേഷം പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയയും കറക്റ്റായിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ. ഞാൻ ട്രേഡ് നിർത്തുന്നില്ല, പകരം ഞാൻ നിങ്ങളെ കൂടെയുള്ള ട്രേഡ് ഞാൻ നിർത്തും. ഇതിൽ ആവശ്യമായ ലൈക്കും ഇതിനുള്ള കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഞാൻ ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കോൾ കൊടുക്കുന്നതും ലൈവിൽ വരുന്ന പരിപാടി ഞാൻ ഇതോടെ വെച്ച് നിർത്തും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിലേക്ക് പോകാം. ഇന്ന് രാവിലെ നമ്മൾ മാർക്കറ്റ് ഓപ്പണായ സമയത്ത് നമ്മളെ ആ ഒരു സോണിൻ്റെ അകത്തുനിന്ന് ഓപ്പണായി മാർക്കറ്റ് താഴോട്ട് വന്നു. താഴെയാണെങ്കിൽ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്താൽ താഴോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തായിരുന്നു. 18,036 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ടൊന്നും പറഞ്ഞു. മുകൾക്കോട്ട് റെസിസ്റ്റൻസ് ഏരിയ 18,136, 18,150, 18,178 രാവിലെ കൊടുത്തിട്ട് അതിൻ്റെ ചാർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൽ വോയിസും കൊടുത്തു. നിഫ്റ്റി 2 ദിവസം സൈഡ് വൈസ് ആയതുകൊണ്ടും ഒരു സോൺ ഏരിയ ആയതുകൊണ്ടും നിഫ്റ്റി ഇന്നൊന്ന് റാലി നടത്തേണ്ട ചാൻസ് ചെറുതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ 2 സോണുകൾ 18,136 ബ്രേക്ക് കഴിഞ്ഞാൽ അപ്സൈഡ് കുറച്ച് പോകാം. ഇല്ലെങ്കിൽ ഇന്നലത്തെ ലോ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിരിക്കും മാർക്കറ്റ്. ആ സോണിനകത്താണ് കയറി നിൽക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ ബയർ പ്രഷർ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ 18,136 എന്നുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ സോണ് എടുക്കാം. ഓക്കെ, എന്തായാലും 10 മണിയായിട്ടേ നമുക്കൊരു ഡയറക്ഷനിൽ കിട്ടത്തുള്ളൂ. ഇന്നലെയും നമുക്ക് സൈഡ് വൈസ് ആയതുകൊണ്ട് ഇതാണ് നമ്മൾ കൊടുത്ത വോയിസ്. അടുത്ത് റേഞ്ചും പറഞ്ഞു കൊടുത്തു 18,100 to 18,200. ഓക്കെ, സൈഡ് വൈസ് ആണെങ്കിൽ നല്ല തീറ്റ ഉണ്ടാകുമെന്നും പറഞ്ഞു കൊടുത്തു. 2 സൈഡിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. കൂടാതെ സ്ട്രാഡിലും അയൺ ഫ്ലൈ ഒക്കെ കൂടുതൽ ഇട്ട് വരുന്നുണ്ട് ഈ സ്ട്രൈക്ക് പ്രൈസുകളിൽ എന്ന് നമ്മൾ കൊടുത്തു. പല റിലയൻസ് സ്റ്റോക്കിലേക്ക് ബൈ ചെയ്തു. നമ്മൾ ആ എടുത്ത ചാർട്ടും അതിൽ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചാർട്ട് നമ്മൾ എടുക്കുന്ന അത് തന്നെ നമ്മൾ അതിൽ കൊടുക്കാറുണ്ട്. നമ്മൾ ആ സോണും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ വരച്ച അവർക്ക് പറഞ്ഞു കൊടുത്ത അതേ തന്നെ നമ്മളിവിടെ വരച്ച് ചാർട്ടും ഇട്ട് കൊടുത്തായിരുന്നു.
നമ്മൾ അടിച്ച ഫസ്റ്റ് ടാർഗറ്റും അടുത്ത ടാർഗറ്റ് വരച്ചത് കൊടുത്തിട്ടുണ്ട്. അടുത്ത വീണ്ടും 12,178 പോയത് നമ്മൾ ചാർട്ട് കൊടുത്തു. പലരും പ്രോഫിറ്റ് ആയതും 1037 രൂപ, 2017 രൂപ. പലരും അവരുടെ പ്രോഫിറ്റ് കുറച്ച് പേരൊക്കെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, അവരിട്ടിട്ടുണ്ട്. 1-2 പേര് മാത്രമാണ് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ഞാനൊരു വോയിസ് ഇട്ടു. പ്രോഫിറ്റ് ആയവർ ഇനി ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഇനി DK കൂടുതലുണ്ടാവും, തീറ്റ എഫക്റ്റ് ചെയ്യും, പ്രീമിയം കുറയും. അഥവാ എടുക്കുന്നെങ്കിൽ നല്ല മൊമെൻ്റ് ഉണ്ടെങ്കിൽ, നല്ല സ്പീഡിൽ ക്യാൻഡിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനിയുള്ളത് ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും തന്നെ അത്യാവശ്യമുള്ള മാന്യമായ പ്രോഫിറ്റ്. വീട്ടിൽ ജോലി ചെയ്യാതെ വീട്ടിൽ ഇരുന്ന് 1,000 ഒപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഇന്നത്തേക്ക് നിർത്തുക എന്നുള്ളതാണ് മാന്യമായ ട്രേഡിങ് സ്റ്റൈല്. എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ ഇനിയും കൊണ്ട് തീറ്റ 2 മണിക്ക് ശേഷം തീറ്റ വാല്യൂ കൂടുതലായിരിക്കും, നോക്കിയെടുക്കുക. ഇപ്പോൾ മാന്യമായ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, നോക്കിയെടുക്കുക. എനിക്കിവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടാണ്, പിന്നെ ഞാൻ അഡ്വറ്റ് ചെയ്യാത്തതും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മുടെ സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിൽ നമ്മൾ ടാർഗറ്റ് ഏരിയ വരെ 18,178 നമ്മൾ വരച്ച ടാർഗറ്റ് വരെ എത്തിയിട്ടുണ്ട്. അടുത്ത ആ സോണിൽ നിന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി നമ്മൾ വരച്ച ആ ഏരിയയിലേക്ക് നമ്മൾ ഇന്നലെ ആ വീഡിയോയിൽ കണ്ടവർക്കറിയാം 18,255 എത്തി. അതിന് മുകളിൽ കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മുകളിലോട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുകളിലോട്ട് കയറിയ ഗ്യാപ്പപ്പിൽ കയറിയ മാർക്കറ്റ് താഴെ ഇറങ്ങി അത് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് മാത്രമേ മുകളിലോട്ട് പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഇന്നലെ. അത് കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. താഴെ ഇറങ്ങി ബ്രാക്കറ്റ് ഇന്ന് കറക്റ്റായിട്ട് അത് ആ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കറക്റ്റായിട്ട് 12,255 ഇതിന് മുകളിലെത്തി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞത് അത്രയും കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതിൽ മാർക്കറ്റിൽ എല്ലാം ടാർഗറ്റ് എല്ലാം പറഞ്ഞതെടുത്തെല്ലാം മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ അത്രയും സ്റ്റഡി ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ട്രേഡ് തന്നെയാണ്, അതേ ട്രേഡ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് തരുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ താഴെ നിന്ന് തന്നെ നമ്മൾ ഇവിടെ താഴെ നിന്ന് തന്നെ നമ്മൾ എടുക്കും. ഓക്കെ, അത് സോണായതുകൊണ്ട് സപ്പോർട്ട് ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് തരുന്നത് ചെറിയൊരു കൺഫർമേഷനോട് കൂടിയ ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിലും, അഥവാ ടാർഗറ്റ് ഏരിയ എൻട്രിയൊക്കെ പറയുന്നുണ്ടെങ്കിലും പറയുന്നത് അങ്ങനെയുള്ള ഉറപ്പുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുള്ളവർക്ക് ഒരു ഐഡിയ ഉള്ളവർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എൻ്റെ വരച്ചു വച്ചിരിക്കുന്ന ആ സോണും മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം അപ്പോഴപ്പോൾ ഇട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉള്ളവർക്ക് അപ്പോഴത് കണ്ട് എടുക്കുവാനും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോഴും തന്നെ ചാർട്ട് സ്നാപ്പ് ഷോട്ട് എടുത്ത് ഇട്ട് തരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. എന്തായിക്കോട്ടെ, ഓപ്ഷൻ ചെയിനിൽ കുറേ കണക്കുകൾ മാത്രമാണ് കാണുന്നത് സാധാരണ നോക്കുന്ന ഒരാളിന്. യഥാർത്ഥത്തിൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ചേഞ്ച് ആവുന്നതനുസരിച്ച് കൂടുന്നതും കുറയുന്നതൊക്കെ അനുസരിച്ച് നമുക്ക് അതിനെല്ലാം റൈഡ് ചെയ്ത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഗ്രീക്സിനെ കുറിച്ചും എല്ലാത്തിനും ലഘുവായിട്ട് ഡീറ്റെയിലായിട്ട് സിമ്പിളായിട്ട് ലോജിക്കലായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വച്ച് നിർത്തിയത്. അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ മറ്റുള്ള കൊള്ളാമെന്ന് തോന്നി ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോ യൂട്യൂബും ഗൂഗിള് കണ്ടിട്ടുള്ളതിൽ കുറച്ച് പേര് എനിക്ക് ലോജിക്കലായിട്ട് മനസ്സിലാക്കിയത് കൊള്ളാമെന്ന് തോന്നിയവരുടെ ചാനലുകൾ ഞാനെടുത്ത് ചാനൽ ലിസ്റ്റിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. JM ബിലാൽ, ജെബിസ് അവരുടെ JM ബിലാൽ ഡയറക്ഷണൽ ട്രേഡറാണ്, നല്ലൊരു ഡയറക്ഷണൽ ട്രേഡറാണ്. അടുത്ത നമ്മളെ ഷരീഖ്, അയാൾ ഒരു നല്ലൊരു ഹെഡ്ജറാണ് അല്ലേ. അടുത്ത് ആർട്ട് ഓഫ് ട്രേഡിങ്, അദ്ദേഹം നല്ലൊരു മൊമെൻറ്റം ട്രേഡിങ്, അത് ബ്രേക്കൗട്ട് സ്ട്രക്ചറിലൊക്കെ ചെയ്യുന്ന നല്ല ലോജിക്കലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അങ്ങനെ വീഡിയോ കണ്ടിട്ടുള്ളത്. അതേപോലെ നമ്മൾ SIP ചെയ്യുന്ന തൊമ്മിച്ചൻ, ഡൈസ് അക്കാഡമിയുടെ തൊമ്മിച്ചൻ, ഇവരാരെയും എനിക്ക് പരിചയമില്ല, ഇവരെ പ്രൊമോഷൻ ചെയ്യുന്നതുമല്ല. ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ നല്ല ആൾക്കാരെ മാത്രം, നല്ല ട്രേഡർ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് നല്ല സ്കാൽപ്പറെ നോക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നല്ല സിങ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് അവരുടെ വീഡിയോ പോയി കാണാം. ഇത് വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ കൂടാനല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്.
നമ്മളെ ചാനലിൽ വേറെ ചാനൽ ഇട്ടിട്ട് നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടില്ല. നമ്മളവരെ നമുക്ക് ആരുടെയും പരിവല്ല പിണക്കവും ഇല്ല. ഇവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് അല്ലേ. എനിക്ക് അവരെ ആരെയും നേരിട്ട് അറിയത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ എനിക്കൊരു സപ്പോർട്ട്, നിങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും എനിക്കനുസരിച്ചുള്ള വീഡിയോസ് പിന്നീട് ഇടാൻ തോന്നത്തുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതറിഞ്ഞത് ചെയ്യുക. ഓക്കെ. റിലയൻസും കറക്റ്റായിട്ട് നമ്മുടെ ആ സപ്പോർട്ട് സോണിൽ നിന്ന് കയറി മുകളിൽ ആ സോണിൻ്റെ അവിടെ കറക്റ്റായിട്ട് ആ ലൈനിൽ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ സോൺ സപ്പോർട്ട് എടുത്ത് മുകളിലൊരു സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സോണിൽ ടച്ച് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ അപ്സൈഡ് റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിസ് ബാങ്ക് ആ ഒരു സോണിൽ, ഇത് വീക്കിലി ചാർട്ടാണ്. ആക്സിസ് ബാങ്ക് ആ ഒരു സോണിനകത്ത് തന്നെയാണ്. എല്ലാവരും ഒരേപോലെ ചെറിയ ആക്സിസ് ബാങ്ക് ശകലം ഡൗൺ ആണെന്ന് തോന്നുന്നു. ICICI ബാങ്കും നമ്മുടെ ആ ഒരു മുകളിലെ സോണിലേക്ക് ചെറിയ റിസസിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട്. HDFC ബാങ്ക് കറക്റ്റായിട്ട് മുകളിലത്തെ ആ റെസിസ്റ്റൻസ് ഏരിയ ആ സോണിലേക്ക് എത്തി കറക്റ്റായിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് അപ് ട്രെൻഡ് റാലി, എല്ലാ സ്റ്റോക്കുകളും അപ്സൈഡ് തന്നെയാണ് മാർക്കറ്റ് റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു മെയിൻ ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് തന്നെ നിഫ്റ്റി ഉൾപ്പെടെ എല്ലാം പോകും. ടാറ്റ മോട്ടോഴ്സ് നമ്മളന്ന് പറഞ്ഞൊരു സ്വിങ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് ആ സ്വിങ് വർക്കൗട്ടായി ആ ഒരു ട്രെൻഡ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കറക്റ്റായിട്ട് രണ്ടും ഒരേപോലെ, ട്രെൻഡ് ലൈനും റെസിസ്റ്റൻസ് ഏരിയയും കറക്റ്റായിട്ട് നമ്മൾ ആ ലൈൻ കറക്റ്റായിട്ട് ആക്യുറസി ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബുക്ക് ചെയ്യണവർക്ക് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ബ്രേക്കൗട്ട് ചെയ്യാനോ നിഫ്റ്റിയൊക്കെ പോകുന്നതുകൊണ്ട് ബ്രേക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിലും സ്വിങ് താഴെ വന്നിട്ട് തിരിച്ച് മുകളിൽ കയറി പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. സൺഫാർമ RSS ഏരിയയിൽ തന്നെ ലേശം താഴേക്ക് വരുന്നുണ്ട്. സൺഫാർമ ശ്രീ സിമെൻറ്റ് നമ്മുടെ ഏരിയയിൽ തന്നെ സൈഡ് വൈസ് അടിച്ച് നിൽപ്പുണ്ട്. നല്ല മാർക്കറ്റ് അപ്പ് സൈഡ് തന്നെയാണ്. ചെറിയ സ്വിങ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. വീക്കിലി ചാർട്ടാണിത്.
അതുപോലെ മാരുതി നമ്മുടെ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത അപ് ട്രെൻഡ് റാലി എടുത്താൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽ അപ്പ് സൈഡ് ആണ്, ആ ട്രെൻഡ് ലൈനിൽ എത്തും. നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്വിങ് ചെയ്യാൻ പറ്റും. താഴെ നിന്ന് എടുത്തവർക്ക് ഹോൾഡ് ചെയ്യാം. അത് എൽ&ടി നമ്മുടെ സപ്പോർട്ട് നല്ല സോൺ ബ്രേക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടെന്ന് അവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഡൗൺ കാണിക്കുന്നു ഇന്ന് മാർക്കറ്റിൽ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു സ്വിങ് ചെയ്യാമെന്നുള്ളതാണ്. ബജാജ് ആട്ടോ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ സോണിൽ നിന്നും മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. നല്ലൊരു നിഫ്റ്റിയൊക്കെ അപ്പ് സൈഡ് ആയതുകൊണ്ട് ആട്ടോ സെക്ടറും നല്ലതായിട്ട് മൂവ് നടത്തുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു സ്വിങ് ചെയ്യുന്നവർക്ക് ബജാജ് ഓട്ടോ എടുക്കാവുന്നതാണ്. അതിന് ടാറ്റ സ്റ്റീലും അപ്പ് സൈഡ് തന്നെയാണ്. ട്രെൻഡ് ലൈൻ ഉണ്ട്, വീക്കിലി ട്രെൻഡ് ലൈനാണ്. അതിൽ ട്രെൻഡ് ലൈനിലേക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വിങ് വീണ്ടും എടുക്കാവുന്നതാണ്. ഏഷ്യൻ പെയിൻറ്റ് അപ്പ് സൈഡ് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു. സ്വിങ്ങിന് പറഞ്ഞിരുന്നതാണ്. സ്വിങ് അവിടെ നിന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റ് മുകളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്വിങ് എടുക്കാം, മുകളിൽ റെസിസ്റ്റൻസ് വരെ ഹോൾഡും ചെയ്യാം അല്ലേ. നല്ലതായിട്ട് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സ്വിങ് ഇനിയും എടുക്കുന്നവർക്ക് എടുക്കാം. നിഫ്റ്റി ബീസ് അപ്പ് സൈഡ് റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നിഫ്റ്റി മുകളിലോട്ട് പോകുന്നതുകൊണ്ട് നിഫ്റ്റി ബീസും അപ്പ് സൈഡ് തന്നെയാണ് റാലി നടത്തിയിരിക്കുന്നത്. മുകളിൽ വീണ്ടും ഒരു ഹൈ ഏരിയ ഉണ്ട്. നിഫ്റ്റി ബീസ് നല്ലൊരു ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് നിഫ്റ്റി ബീസ്. അതുപോലെ തന്നെ ഗോൾഡ് ബീസും കറക്റ്റായിട്ടൊരു സോണിലേക്ക് റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു സോണ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പ് സൈഡ് തന്നെ റാലി പ്രതീക്ഷിക്കാം. അതുപോലെ ലിക്വിഡ് ബീസ്, അതുപോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് അപ്പ് സൈഡ് റാലി ഇതുവരെ നല്ല അപ്പ് സൈഡ്, ഒരു ക്യാൻഡിൽ പോലും റെഡ് ഉണ്ടായിട്ടില്ല. വീക്കിലിയിൽ 2 ദിവസം മുമ്പ് ചെറിയ ബിയർഷ് ക്യാൻഡിൽ താഴോട്ട് വന്നതാണ്, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്. പക്ഷേ ഇന്നിപ്പോൾ മാർക്കറ്റ് ആ ബിയർഷ് ക്യാൻഡിലിനെ മുകളിലോട്ട് പോയി അപ്പ് സൈഡ് ആക്കിയിട്ടുണ്ട്. ഈ മാർക്കറ്റ് അപ്പ് സൈഡ് റാലി തന്നെ നടത്തും. ഫാർമ സെക്ടർ നല്ലൊരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് മുകളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി ഫിൻ സർവീസ് വീക്കിലി നോക്കുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ട്. എല്ലാവരും നല്ല അപ്പ് സൈഡ് റാലി തന്നെയാണ് നടത്തുക. സ്ട്രോങ് ആയിട്ട് എല്ലാവരും ഒരുപോലെ വരുന്നുണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം ഒരുപോലെ തന്നെ മാർക്കറ്റിൽ അപ്പ് സൈഡ് റാലി തന്നെ നടത്തും. ക്രൂഡ് ഓയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരച്ച ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് നമ്മൾ വരച്ച ലൈനെല്ലാം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. റിലയൻസ് ഇങ്ങനെയാണ് വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ അപ്പ് സൈഡ് റാലി കാണുന്നത്. നല്ലൊരു ഏരിയ അവിടെ കാണുന്നുണ്ട്. നിഫ്റ്റി അതുപോലെ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവായിട്ടാണ് ചാർട്ട്.